ഹായ് ഗായ്സ്, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ കോളേജിൽ നിന്ന് ഒരു പരിപാടിയുടേതായിട്ട് ഞാൻ രാജഗിരി കോളേജിൽ പോകണമെന്നാണ്. രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പോൾ രാവിലെ മോർണിംഗ് തന്നെ നേരത്തെ എണിച്ച് പോകണമായിരുന്നു. അപ്പോൾ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി തന്നായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കറക്റ്റ് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വേഗം പോവേണ്ട, 7 മണിയല്ല, 8 മണിയാകുമ്പോഴത്തേക്കും മുമ്പ് എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഇതായിട്ട് വേഗം ചെല്ലുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ എത്തിയപ്പോൾ കുറച്ചവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വോളണ്ടിയേഴ്സ് ആയിട്ട് ഉള്ളവർ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ ഇതും കഴിഞ്ഞു, രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അതിൻ്റെ മേളിലോട്ട് കയറി. അപ്പോൾ അതിന് കോളേജിൻ്റെ മേളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ. ഇതാണ്ട് അവരുടെ ഓഡിറ്റോറിയം വന്നേക്കുന്നത്. ഓഡിറ്റോറിയം ഇങ്ങനെ കുറേ ചെയേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു ഇൻറ്റീരിയർ, നല്ലൊരു അറേഞ്ച്മെൻറ്റും. AC ആയിരുന്നു, ഫുൾ AC, നല്ല അടിപൊളി സെറ്റപ്പ് ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ നടുക്കി തന്നെ സീറ്റൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഗസ്റ്റായിട്ടുള്ള ജോയ് ആൽക്കാസ് സാറ് വന്ന് എന്നിട്ട് ആളായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്യണത് ജോയി എന്ന് പറഞ്ഞിട്ടൊരു മറ്റേ ആക്ടറില്ലേ, അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് AI കുറിച്ച് പറഞ്ഞ് ആൾ പറഞ്ഞു ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫ്യൂച്ചറിൽ എങ്ങനെയൊക്കെ ഇത് ചെയ്യും, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സന്തോഷ് കുളങ്ങര സാർ വന്നു. മറ്റേ സഫാരിയുടെ ഒക്കെ ഇതില്ലേ, അത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതും ഇങ്ങനെ കുറച്ചിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പുള്ളിയുടെ എക്സ്പീരിയൻസൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയ ടോക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ബ്രേക്കായി. അപ്പോൾ മേളിലേക്കും അവരുടെ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് കേട്ടോ, മറ്റേ രാജഗിരിയുടെ. അപ്പോൾ അത് കഴിഞ്ഞ് അവരുടെ ക്യാമ്പസിൻ്റെ ഉള്ളിലുള്ള ഒരു ഓഡിറ്റോറിയം ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള സ്പേസാണിത്. അപ്പോൾ ആ ഓഡിറ്റോറിയം ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അടിയിൽ ഫുള്ള് ലാബുകളാണ്, ഫുള്ള് ഓരോ ലാബൊക്കെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി, കയറിയ വഴി കൂടി അല്ല കേട്ടോ പുറത്തോട്ട് ഇറങ്ങി. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി ഞങ്ങൾ ലഞ്ച് കഴിക്കുന്ന ക്യാൻറ്റീനിലോട്ട് പോയി. അപ്പോൾ അവിടെ ബൊഫേ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബിരിയാണി ഉണ്ടായിരുന്നു, വെജും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിച്ചു. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നിട്ട്, നല്ല ബിരിയാണി ആയിരുന്നു. അവിടെ സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നാണ്. ഞങ്ങൾ പുറത്ത് അവിടെ പാർക്കിൽ വന്നിരുന്ന് ഇങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച്. അത് കഴിഞ്ഞത് കഴിച്ച് ഞങ്ങൾ വെറുതെ സ്റ്റോറി ഇടാനും റീൽസൊക്കെ ആയിട്ട് വെറുതെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കേണ്ട. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലൊരു ഇതായിരുന്നു. അതെൻ്റെ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും സെലക്ട് ചെയ്തില്ല. എറണാകുളം ഭാഗത്തുള്ള ഒരിടത്താണ് വരാൻ പറഞ്ഞത്. പിന്നെ ഉള്ളവർ ഹോസ്റ്റലേഴ്സാണ്. അപ്പോൾ ഹോസ്റ്റലേഴ്സ് കോളേജിൽ നിന്ന് ബസ്സിന് വന്ന്, പിന്നെ ഞങ്ങൾ എറണാകുളം ഭാഗത്തുള്ളവരൊക്കെ നേരിട്ട് അങ്ങോട്ട് വരാനായിരുന്നു പറഞ്ഞത്. എന്നിട്ട് അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ഒരു മാഡത്തിൻ്റെയൊക്കെ ഇങ്ങനെ ഒരു മാഡം വന്ന് ഇങ്ങനെ ഓരോ ഇതൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി പോകേണ്ട ഞങ്ങൾ. അപ്പോൾ അവിടുത്തെ ഇതൊക്കെ കഫേസൊക്കെയാണ്. ഞങ്ങൾ എന്നിട്ട് ഇടയ്ക്ക് വന്ന് ഒരു പ്രാവശ്യം വന്ന് ഞങ്ങൾ ചോക്കോബാറൊക്കെ കഴിച്ചിട്ടുണ്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച്